ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ പര്യടനത്തിനിടയിലുള്ള ഒരു ദൃശ്യമാണ്. ഏറ്റുമാനൂരിൽ നിന്ന് പുറത്തു വന്നതാണ്. ഇത് അങ്ങോട്ട് നോക്കി. രാഹുൽ ഗാന്ധി ഗൗരവതരമായി എന്തൊക്കെയോ തട്ടിവിട്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ സന്ദർഭത്തിൽ സ്റ്റേജിന്റെ ഇങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആ താടിയും മുടിയൊക്കെ വളർത്തിയ വ്യക്തിയെ നോക്കിയേ. ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും ആ പന്തലുമായി ബന്ധപ്പെട്ട ഏതോ ഒരു വ്യക്തിയാണെന്ന്. അമ്മാതിരി കതറുകൾക്കിടയിൽ ഒരു നീല ഡ്രസ്സ് ഇട്ട് വെറൈറ്റി ആയിട്ട് കുളിക്കാതെ നനയ്ക്കാതെ ഒരാൾ വന്ന് നിൽക്കുന്നു. എന്നിട്ട് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് പന്തലുകാരനല്ല, അത് പുണ്യാളച്ച മുഖ്യമന്ത്രിയുടെ മകനാണെന്ന്. രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പ്രഷനും ഗൗരവം നോക്കി. അതായത് കേട്ടിട്ട് ഒരു കാര്യമില്ല, സ്ഥിരം തള്ളലാണ് എന്ന മനോഭാവത്തിൽ അതൊന്ന് ശ്രദ്ധിക്കാതെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ബിസിനസ്സുകളിൽ മുഴുകിയിരിക്കുകയാണ്. കണ്ടില്ലേ, ഒരു താല്പര്യമില്ല. ഇവന്റെയൊക്കെ വർത്താനം കേട്ടിട്ട് വല്ല കാര്യമുണ്ടോ? കണ്ടില്ലേ, സ്ഥാനാർത്ഥിക്ക് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഇതാണ് അവസ്ഥ. പിന്നെ നാട്ടുകാരുടെ അവസ്ഥ പറയേണ്ടതുണ്ടോ? രാഹുൽ ഗാന്ധി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് ഇറക്കി എന്തൊക്കെയോ എവിടെയൊക്കെയോ പറഞ്ഞിട്ട് പോകുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് പോലും അയാളുടെ വാക്കുകളിൽ ഒരു വിശ്വാസവും ഇല്ല, അതിന് വില കൽപ്പിക്കുന്നില്ല, ചെവി കൊടുക്കുന്നില്ല എന്നതിൻ്റെ ദൃശ്യമല്ലേ. കുറച്ചെങ്കിലും ഒരു ആത്മാർത്ഥതയുള്ള പ്രവർത്തകനാണെങ്കിൽ, സ്ഥാനാർത്ഥിയാണെങ്കിൽ, രാഹുൽ ഗാന്ധി പറയുന്ന അത്രതരം ഗൗരവമേറിയ കാര്യങ്ങളാണെങ്കിൽ അദ്ദേഹം സസൂക്ഷ്മം അത് വീക്ഷിക്കില്ലേ? ഇത് ഗ്യാരണ്ടി ബഡായികൾ അടിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്, ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല എന്ന് അറിയാവുന്നുള്ളത് കൊണ്ട് ആ പന്തലിന്റെ ഏതോ ഒരു തൊഴിലാളിയെ പോലെ അദ്ദേഹം അടുത്തോട്ട് പോലും നിൽക്കാതെ ദൂരെ മാറി നിന്ന് അദ്ദേഹം ആ വിഷയത്തെ എങ്ങനെയാണോ പുച്ഛിക്കുന്നത് അങ്ങനെയല്ലേ ഈ നാട് കാണേണ്ടത്. കോൺഗ്രസ്സുകാർ ഇത്ര വിലയെ കൊടുക്കുന്ന ഒരു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് ഈ നാട്ടിലുള്ള ജനങ്ങൾ വില കൽപ്പിക്കണമോ വേണ്ടയോ എന്ന് കേരളത്തിലെ ചാണ്ടിമോന്റെ പ്രതികരണം കണ്ടിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ശരീരഭാഷയും ആ പരിപാടിയിൽ പങ്കെടുത്ത ആത്മാർത്ഥതയും നോക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് തീരുമാനിക്കാം.